അട്ടിയാല ഷാജി ഈ വാഴ്ത്തിപ്പാടിയതിൽ തെറ്റൊന്നുമില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല പിണറായിയുടെ ആ സമര പാരമ്പര്യം, ആ വീര്യം ഒക്കെ പ്രബുദ്ധരായ മലയാളികൾക്ക് അറിയാം. അപ്പോൾ ഇതിലൊന്നും ഒരു കുഴപ്പമില്ല എന്നാണ് അസ്കർ പറയുന്നത്. എന്തായാലും കവിയെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉദ്ദേശിച്ച പോലെ കവിത പുറത്തോട്ട് വന്നില്ല. അസ്കറേ സംഭവം മാന്യമായികളത് പറഞ്ഞു. കാരണം ആ കവിത എനിക്ക് ഇഷ്ടമായില്ല എന്ന് നിങ്ങൾ പറയുന്നത് വളരെ സത്യസന്ധമാണ്. ഇത് നിങ്ങൾ ഇതിൻ്റെ ഫലം എന്തായിരിക്കുമെന്നുള്ളത് എനിക്ക് അറിയില്ല. നിങ്ങൾക്കത് കിട്ടാൻ പോകുന്ന വിവരം എന്താണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഗുണകരമായ ഒരു സാധനം നിങ്ങൾക്ക് ഇതിനെക്കൊണ്ട് കിട്ടാൻ പോകുന്നുള്ള അഭിപ്രായം എനിക്കില്ല. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അയാളെ അറിയാമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. രണ്ട് സംഭവം, അതും വിദൂര സംഭവങ്ങളാണ്. വളരെ അടുത്തറിയുന്ന ഒരാളാണ് ഞാൻ. വളരെ അടുത്തറിയുന്ന ഒരാളാണ്. അടുത്തറിഞ്ഞിരിക്കുന്ന ഒരു സംഭവത്തിനകത്ത് ഞാൻ ഓടേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അത് മാത്രം ഞാൻ ഇപ്പോൾ പറയാം. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് എന്ന് കൃത്യമായി അസ്കറിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത്. അന്നാണ് ഞാൻ ഈ മനുഷ്യനെ തെറി വിളിച്ചത്. അന്നാണ് ഞാൻ തെറി വിളിച്ചത്. ജീവിതത്തിൽ ആദ്യമായി അയാളെ ഞാൻ തെറി വിളിച്ചത് അന്നാണ്. അതിനുശേഷമാണ് ഞാൻ ആ മനുഷ്യരോട് ഞാൻ ഒരിക്കലും ജീവിതത്തിൽ സംസാരിക്കാതിരിക്കുന്നത്. ബാക്കി കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു വളരെ തെറ്റായിരിക്കുന്ന സന്ദേശം പബ്ലിക്കിൻ്റെ അടുത്ത്, അതായത് ഈ ഇത്തരമൊരു അങ്ങനെ ഒരാളാണ് എന്ന് പറയുക വഴി നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം എന്താണെന്നറിയോ? അയാളിത് അഭിനയിക്കുകയാണ്. ഈ അഭിനയത്തിൻ്റെ ഏറ്റവും മാരകമായ ഉദാഹരണം നിങ്ങൾ കണ്ടിട്ടില്ലേ? കോടിയേരി മരിച്ച സമയത്ത് ഇയാൾ അഭിനയിച്ച അഭിനയം നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ വഴന്ന് തലകുത്തി വിടുന്നത് പോലെയാണ് അയാൾ ഈ പയ്യാമ്പലത്ത് ആ സംഭവം. അപ്പോൾ ഇയാൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല ഇയാൾ. എന്നിട്ട് അത് കഴിഞ്ഞു വിതിൻ നോ ടൈം ആണ് അയാൾ ഇവിടത്തേക്ക് പോകുന്നു. അയാൾ എറണാകുളത്തേക്ക് പോവുകയാണ്, കൊച്ചിയിലേക്ക് പോവുകയാണ്. ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റിനകത്താണ് അദ്ദേഹം അവിടുന്ന് എവിടത്തേക്ക് പോയത്? യൂറോപ്യൻ പര്യടനത്തിന് പോയത്. ഇത്ര ഇൻഹ്യൂമൻ ആയിരിക്കുന്ന, ഇത്ര ബ്രൂട്ടൽ ആയിരിക്കുന്ന ഒരാളെ കുറിച്ചാണ് നിങ്ങൾ എന്ത് പറയുന്നത് അറിയോ? ഈ ചാനലിനകത്ത് വന്നിട്ട് ഇത്തരത്തിലൊരു അയാളെ ന്യായീകരിക്കുന്നത് ചരിത്രത്തോട് കാണിക്കുന്ന മഹാ അപരാധമാണിതല്ലോ. അയാൾ ഈ പിണറായി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നിരിക്കുന്ന മിക്കവാറും അതായത് മറ്റ് ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന് നടത്തിയിരിക്കുന്ന അടിയുണ്ട് അവിടെ. ആ അടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിയാണ് ചെർമൽ കുടുംബത്തിന് നടത്തിയിരിക്കുന്ന ആക്രമണം. അതിൽ 5 പേരെയാണ് ഒരേ ദിവസം അടുപ്പിച്ചത് എവിടെയാണെന്ന് അറിയുള്ളൂ. വേങ്ങാട് ലോക്കൽ കമ്മിറ്റിയിൽ ആളെ കൊണ്ടുവന്നിട്ട് അടുപ്പിച്ചത്. ആ ലോക്കൽ കമ്മിറ്റി അടുപ്പിക്കുന്ന നേതൃത്വം കൊടുത്ത ആൾ ആരാന്ന് അറിയുള്ളൂ? വേങ്ങാട് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന കത്യാട് രാജെന്ന് വിളിക്കുന്ന ടി രാജാട്ടനാണ്. പിണറായി ലോക്കൽ കമ്മിറ്റിയിൽ വെച്ചിട്ടാണ് ഇതിന്റെ മുകളിൽ പിന്നീട് വലിയ തോതിൽ പ്രശ്നമായി ചർച്ചയായി. ആ ചർച്ചയായി കഴിഞ്ഞപ്പോൾ ചടയം കോയിനാട്ടാണ് വന്നത്. അത് ഇയാൾ ചെയ്ത പണി എന്താ അറിയുള്ളൂ? രാജനെ ഞാൻ ഏൽപ്പിച്ചില്ല എന്നാ പറഞ്ഞ്. അറിയോ? രാജൻ ഞാൻ ഏൽപ്പിച്ചില്ല എന്നാ പറഞ്ഞ്. രാജൻ പാർട്ടിയിൽ നിന്ന് പുറത്തായി. അറിയാമോ നിങ്ങൾക്ക്? എത്ര ഉദാഹരണങ്ങൾക്ക് വേണം? ഇപ്പൊ ഇവിടെ വരുന്നത് സ്വപ്ന സുരേഷ്. അയാൾ പറഞ്ഞെന്താ? എനിക്ക് ഇവരെ അറിയില്ല എന്നാ പറഞ്ഞത്. ഓർക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ഈ ഒരാളെ വാഴ്ത്താൻ വായിച്ച് ഒരാൾ ചെയ്തു വെച്ചിരിക്കുന്ന മഹാവൃത്തിയോട് ഈ കവിത എഴുതിയെന്നുള്ളതാരോ? നിങ്ങൾ അതിനേക്കാൾ മോശമായിരിക്കുന്ന രീതിയിൽ ഒരു ചാനൽ ഉത്തരവാദപ്പെട്ട ഒരു ചാനലിനകത്ത് വന്നിട്ട് ഒരാളെ ഈ രീതിയിൽ നിങ്ങൾ ന്യായീകരിക്കരുത്. ഇനി ഞാൻ മൂന്നാമത് നിങ്ങളോട് ചോദിക്കുന്നത്, അയാൾ എന്താണ് അയാൾ കേരളത്തിന് അയാളുടെ സംഭാവന എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അയാളുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? എനിക്ക് അയാൾ ഒരു വെറുപ്പില്ല കേട്ടോ. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു വൈരാഗ്യം അതിന് മാത്രം ഇല്ല എന്ന് ഞാൻ സ്ഥിരമായി പറയുന്നതാണ്. അതുകൊണ്ട് അത്തരം സംഭവങ്ങളിലേക്ക് ചുരുക്കല്ല. ഈ ഇരിക്കുന്ന ആളുകൾ മുഴുവൻ തന്നെ അയാളെ വിമർശിക്കാനാണെന്ന രീതിയിലേക്ക് അത് വ്യാഖ്യാനിക്കുകയും ചെയ്യല്ല. എന്താണ് അയാളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആ മനുഷ്യന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? 2 തവണ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നപ്പോൾ എന്താണ് അദ്ദേഹം കേരളത്തിൽ നൽകിയ സംഭാവന? എന്താണ്? കോൺക്രീറ്റ് കെട്ടുകിടക്കുന്ന വിരൂപ ധിക്കാരങ്ങൾ ഉണ്ടാക്കിയതോ? വേറെ എന്താണ് അയാൾ ചെയ്തത്? ഈ കേരളത്തെ മുച്ചൂട് മുടിച്ചതോ? ഇനി 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിനകത്ത് അയാൾ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അയാൾ വരണം. വന്നിട്ട് എന്ത് വേണമെന്ന് പറയാ? കഴിയില്ല എന്ന് വീട്ടിൽ ഓടണം അയാൾ ഇപ്പോ ഈ പറയുന്ന ഇതിനു കൂടി അയാൾ അഭിരമിച്ചത് എവിടെയാണ്? അയാൾ ഇപ്പോഴും അപ്രതിരോധനായിരിക്കുന്ന നേതാവ് തന്നെയാണെന്ന് അയാൾ സ്വയം വിചാരിച്ചു വെച്ചിരിക്കുകയാണ്. ഈ സ്വയം വിചാരിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ 3ാം തവണയും അധികാരത്തിന് വരാനുള്ള സാധ്യതയെ അയാൾ മനസ്സിൽ കണക്കൂട്ടിയിട്ട് തന്നെയാണ് അയാൾ ഈ പറയുന്ന ഈ ചിരിയലം അയാൾ നടത്തുകയും ചെയ്തത്. നിങ്ങൾക്ക് അയാൾ അറിയില്ലെങ്കിൽ ഐ നോ ഹിം പേഴ്സണലി വെൽ. നിങ്ങൾ ഇത്തരത്തിലുള്ള സംഭവത്തെ അയാൾ ന്യായീകരിക്കല്ല വേണ്ടത്. പിന്നെ നിങ്ങൾ ഓരോ സംഭവങ്ങൾ എടുക്കുക. ഏത് കേഡറെയാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഏത് കേഡറെയാണ് അയാൾ ഈ കേരളത്തിൽ പുത്തനായിട്ട് ഉണ്ടാക്കിയത്? ഒരു കേഡറുടെ പേര് പറ. SFIക്കകത്തുണ്ടോ? DYFIക്കകത്തുണ്ടോ? മഹിളാ ഫെഡറേഷനകത്തുണ്ടോ? പാർട്ടിയിലുണ്ടോ? ബാലസംഘത്തിലുണ്ടോ? ഒരാളുടെ പേര് പറ നിങ്ങൾ. എന്താണ് അയാളുടെ കോൺട്രിബ്യൂഷൻ? ഈ കേരളത്തിനകത്ത് മുച്ചൂടുമായ അയാൾ ചെയ്തു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഒരു പാർട്ടിയെ അതിന്റെ സാംസ്കാരികമായും രാഷ്ട്രീയമായും ബൗദ്ധികമായും നശിപ്പിച്ചു എന്നുള്ളതാണ്.
ഇത് 3 തരത്തിൽ നശിപ്പിച്ചു. ആ നശിപ്പിച്ചതിന്റെ ഫലം എന്താണെന്നറിയോ? പാർട്ടി സെക്രട്ടേറിയറ്റിനകത്ത് പോലും ഒരാൾ വിമർശനം ഉന്നയിക്കാനില്ല സഖാവേ. ഹസ്കറിനി അയാൾ ഇരിക്കുന്ന കമ്മിറ്റിയിൽ ഇരിക്കാൻ എപ്പോഴെങ്കിലും കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. എപ്പോഴെങ്കിലും കിട്ടാൻ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു കൂട്ടിക്കോ. നിങ്ങള് ഭാഗ്യം എന്നല്ല, ഗതികേട് ഉണ്ടായിരുന്നു കൂട്ടിക്കോ. ഒരക്ഷരം നിങ്ങൾക്ക് ആ കമ്മിറ്റിക്കകത്ത് പറയാൻ കഴിയില്ല. അത് പറയിപ്പിക്കില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് അയാൾ ജി സുധാകരന് സ്വാധീനമുള്ള ജി സുധാകരന് ഇൻഫ്ലുവൻസ് ഉള്ള ആലപ്പുഴ ജില്ലയിലെ സംസ്ഥാന സമ്മേളനത്തിൽ ജില്ലാ സമ്മേളനത്തിൽ 3 ദിവസം തുടർച്ചയായിട്ട് ആ മനുഷ്യർ പോയിട്ടാണ് ഇരുന്നത്. ഒരു വിമർശനവും സഹിക്കുന്ന ഒരാളല്ല അയാൾ. അല്ല, പിന്നെ ചിരിച്ചതല്ലേ? എന്താ ചിരിച്ചെന്നറിയങ്ങള്? ചിരിച്ചെന്താന്നറിയങ്ങള്? അയാൾ ആത്മരതിയാണത്. എന്താ കാര്യം? നാട് മുഴുവൻ ഞാൻ എന്താണ്, ഞാൻ ഭയങ്കര ഗംഭീര